സ്റ്റുഡൻസ്, ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? കൈൻഡ്സ് ഓഫ് കമ്പനീസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പനി എന്താണ്, കമ്പനിയുടെ പ്രത്യേകതകൾ എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതെല്ലാം തരത്തിലുള്ള കമ്പനികളുണ്ട് എന്നുള്ളതാണ്. കമ്പനികളെ ഒരുപാട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എ കമ്പനി ക്യാൻ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓൺ ദ ബേസ് ഓഫ് പർപ്പസ്, ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ്, ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി, ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായ ഏകദേശം 6 തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനികളെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഒരു കമ്പനിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട്, ഒരു കമ്പനിയുടെ രൂപീകരണം അഥവാ ഇൻകോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കമ്പനിയെ 3 ആയി തരംതിരിച്ചിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ എ കമ്പനി മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. ഒരു കമ്പനിയെ എന്ത് ചെയ്തു, ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഇൻകോർപ്പറേഷൻ്റെ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്പനിയെ 3 ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ചാർട്ടേഡ് കമ്പനീസ് എന്നും, രണ്ടാമത്തേത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്നും, മൂന്നാമത്തെ രജിസ്റ്റേർഡ് കമ്പനീസ് എന്നും, ഇങ്ങനെ 3 ആയി തരംതിരിച്ചു. ഏതൊക്കെയാണ്? ചാർട്ടേഡ് കമ്പനി, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, അതുപോലെ രജിസ്റ്റേർഡ് കമ്പനി, ഇങ്ങനെ 3 തരത്തിൽ തരംതിരിച്ചിരിക്കുന്നു. ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ എ കമ്പനി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. ഫസ്റ്റ് വൺ ചാർട്ടേഡ് കമ്പനി, സെക്കൻഡ് വൺ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, തേർഡ് വൺ രജിസ്റ്റേർഡ് കമ്പനി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവ 3ഉം നമുക്ക് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ശ്രദ്ധിക്കുക, ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഒരു കമ്പനിയെ ഒന്നാമതായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ചാർട്ടേഡ് കമ്പനി എന്നറിയപ്പെടുന്നത്. ചാർട്ടേഡ് കമ്പനി ശ്രദ്ധിക്കുക, ഈ ചാർട്ടേഡ് കമ്പനികൾ ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലില്ല. ചാർട്ടേഡ് കമ്പനികൾ ഉണ്ടായിരുന്നത് ബിഫോർ ഇൻഡിപെൻഡൻസ് ആയിരുന്നു, അല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതായ കമ്പനികളാണ് ഇത് ചാർട്ടേഡ് കമ്പനീസ് എന്നറിയപ്പെടുന്നത്. ബിഫോർ ദിസ് ടൈപ്പ് ഓഫ് കമ്പനീസ് ആർ ഫോംഡ് ബിഫോർ ദി ഇൻഡിപെൻഡൻസ്. They existed before the independence. ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ ആയിരുന്നു എന്ത് ചെയ്ത് ഇത്തരത്തിലുള്ള കമ്പനികൾ ഉണ്ടായിരുന്നത്. ചാർട്ടേഡ് കമ്പനി എന്നാൽ ഇറ്റ് കുഡ് ബി ഫോംഡ് ബൈ ദി ക്രൗഡ്, അല്ലേ? ഒരു രാജാവ്, ഒരു രാജ്ഞി, ക്വീന്, കിങ്, അല്ലേ? ഒരു രാജഭരണകൂടം, ഒരു രാജാവ് ഒക്കെ എന്ത് ചെയ്യുന്നു, പണ്ടത്തെ രാജാക്കന്മാർ, അതുപോലെ തന്നെയുള്ള അങ്ങനെയുള്ള ആളുകൾ, ക്വീൻ ഓർ കിങ്, അല്ലേ? അവർ ഫോം ചെയ്യുന്ന, രൂപീകരിക്കുന്ന ഒന്നാണ് ഇത് ചാർട്ടേഡ് കമ്പനികൾ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലില്ല. ഒരു ചാർട്ടേഡ് ആക്ട് പ്രകാരമാണ്, ശ്രദ്ധിക്കുക, ഒരു ചാർട്ടേഡ് ആക്ട് പ്രകാരം ഒരു ക്രൗണിന്, ഒരു എന്താണ് രാജാവിനോ രാജ്ഞിക്കോ ഒക്കെ എന്ത് ചെയ്യാം, ക്യാൻ ഫോം എ ചാർട്ടേഡ് ആക്ട്. ഒരു ചാർട്ടേഡ് ആക്ട് ഗ്രാൻഡ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ഒരു ക്രൗണിനുണ്ട്. ഒരു കിങ്ങിനോ ക്വീനിനോ ഒക്കെ അവർക്ക് കീഴിലെ അവകാശികൾക്ക് അതിനുള്ള അവകാശമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഒരു ചാർട്ടേഡ് ആക്ട് കൊണ്ടുവരുന്നു. എ ചാർട്ടേഡ് ആക്ട് ഫോംഡ് ബൈ ദി കിങ് ഓർ ക്വീൻ ഓർ ക്രൗൺ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കമ്പനി ഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ ദി ചാർട്ടർ. ആ ചാർട്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. കമ്പനീസ് ആക്ട് ഡസ് നോട്ട് അപ്ലൈ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ചാർട്ടർ ആക്ട് ആണുള്ളത്. ഇത് ചാർട്ടേഡ് കമ്പനിയാണ്, ചാർട്ടർ ആക്ട് പ്രകാരമാണ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തിന് സ്ഥാനമില്ല? കമ്പനീസ് ആക്ട് ഡസ് നോട്ട് അപ്ലൈ ഇൻ ചാർട്ടേഡ് കമ്പനി. ചാർട്ടേഡ് കമ്പനിയിൽ കമ്പനീസ് ആക്ടിന് യാതൊരു വിധത്തിലുള്ള സ്ഥാനവും ഇല്ല. പിന്നെ ചാർട്ടേഡ് കമ്പനികൾക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതി വെക്കാൻ വേണ്ടി 1-2 ഓർത്ത് വെക്കുക. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി ക്രൗൺ. ഒരു ചാർട്ടർ ആക്ട് പ്രകാരം ഒരു ചാർട്ടർ പ്രകാരം ഫോം ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അതുപോലെ ചാർട്ടേഡ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഇത്തരത്തിൽ ഒരു ചാർട്ടർ ആക്ട് പ്രകാരം ഉണ്ടായിട്ടുള്ളതാണ്. അതുപോലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഒരു ക്രൗണിൻ്റെ ചാർട്ടർ പ്രകാരം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ചാർട്ടർ കമ്പനി? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി ക്രൗൺ, കിങ് ഓർ ക്വീൻ, അല്ലേ? ഓർത്ത് വെക്കുക. ഇതിപ്പോൾ നിലവിലുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് എക്സിസ്റ്റഡ് ബിഫോർ ദി ഇൻഡിപെൻഡൻസ് മുന്നേ അതിനുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലെന്തില്ല, ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ചാർട്ടേഡ് കമ്പനീസ് ഇല്ല എന്ന് പറയാം. ഓക്കെ, സെക്കൻഡ് വൺ, രണ്ടാമത്തെ നമുക്ക് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ആർ ഫോംഡ് അണ്ടർ എ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂ ഓർ ആക്ട്
പാസ്ഡ് ഇൻ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സംസ്ഥാന നിയമനിർമ്മാണ സഭയിലോ അല്ലെങ്കിൽ കേന്ദ്ര നിയമനിർമ്മാണ സഭ, അതേതാണ്? പാർലമെന്റ് ആണ് അല്ലേ? സംസ്ഥാന നിയമനിർമ്മാണ സഭ അഥവാ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ പാർലമെന്റ് അല്ലേ? കേന്ദ്രത്തിലാണെങ്കിൽ പാർലമെന്റിലോ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലോ പാസ്സാക്കുന്ന പ്രത്യേക നിയമം മൂലം ഉണ്ടാകുന്ന കമ്പനികളാണ് ഏത്? സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. സംസ്ഥാന നിയമനിർമ്മാണ സഭയോ കേന്ദ്ര നിയമനിർമ്മാണ സഭ അതായത് പാർലമെന്റോ പാസ്സാക്കുന്ന നിയമം മൂലം ഉണ്ടാകുന്ന കമ്പനികളാണ് ഏത്? സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. അപ്പോൾ ഒരു കമ്പനി ഇവിടെ ഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു നിയമം പാർലമെന്റിലോ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലോ പാസ്സാക്കിയിരിക്കണം. ഫോംഡ് അണ്ടർ എ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് ആക്ട്. ഇവിടെ രൂപീകരിക്കുന്ന എന്താണ്? ഒരു പ്രത്യേക ആക്ട്, സ്റ്റാറ്റ്യൂട്ടിൻ്റെയോ ആക്ടിൻ്റെയോ നിയമത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു കമ്പനി രൂപീകരിക്കുന്നത്. പാസ്ഡ് ഇൻ പാർലമെന്റ്, ആ നിയമം പാസ്സാക്കുന്ന എവിടെയാണ്? പാർലമെന്റിലായിരിക്കും. ഓർ അല്ലെങ്കിലോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ അല്ലെങ്കിൽ പാർലമെന്റിലെ പാസ്സാക്കുന്ന നിയമത്തിൻ്റെയോ നിയമം തന്നെയാണ്, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന രൂപം കൊള്ളുന്ന കമ്പനിയാണ് ചാർട്ടേഡ് കമ്പനി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ റെയിൽവേ സെക്ടറിൽ, ഗ്യാസ് സെക്ടറിൽ, ഇലക്ട്രിസിറ്റി സെക്ടറിലെല്ലാം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇത്തരത്തിൽ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിന് ഉദാഹരണമായിട്ട് ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് നോക്കാം. LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിൽ സ്ഥാപിതമായത് LIC ആക്ട് എന്ന് പറയുന്ന ആക്ട് അനുസരിച്ചാണ്. പാർലമെന്റിൽ LIC എന്ന് പറയുന്ന ആക്ട് അല്ലേ? പാർലമെന്റിൽ LIC ആക്ട് എന്നറിയപ്പെടുന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ആക്ട് പാസ്സാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? LIC എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിൽ തുടക്കം കുറിച്ചത്. 240 പരം ഇൻഷുറൻസ് കമ്പനികൾ കൂടിച്ചേർന്നുകൊണ്ടാണ് എന്ത് ചെയ്ത് ഇത്തരത്തിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ആയിട്ടുള്ള LIC ഉണ്ടായിട്ടുള്ളത്. പിന്നെയോ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഉണ്ടായിട്ടുള്ള എങ്ങനെയാണ്? RBI ആക്ടിലാണ് അല്ലേ? 1935 നമുക്കറിയാം, 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാവുന്നത്. അത് ഏത് ആക്ട് പ്രകാരമാണ്? RBI ആക്ട് പ്രകാരമാണ്. അതുപോലെ തന്നെ UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ GIC, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ. ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത് പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ട നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, സംസ്ഥാന നിയമസഭയിലോ നിയമനിർമ്മാണ സഭയിലോ അതുപോലെ പാർലമെന്റിലോ പാസ്സാക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കമ്പനികളാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്നറിയപ്പെടുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. പാർലമെന്റിലോ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലോ ഉണ്ടാക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നോർത്ത് വെക്കുക. സ്റ്റാറ്റ്യൂട്ടറി നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ചാർട്ടർ എന്ന് വെച്ചാൽ ക്രൗൺ അല്ലേ പറഞ്ഞു. പിന്നെ മൂന്നാമത്തേതാണ് രജിസ്റ്റേർഡ് കമ്പനീസ് എന്നറിയപ്പെടുന്നത്. തേർഡ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിച്ചു. ഒന്നാമത്തെ സ്റ്റാറ്റ്യൂട്ടറി ചാർട്ടേർഡ്, രണ്ടാമത്തെ സ്റ്റാറ്റ്യൂട്ടറി, ഇനി മൂന്നാമത്തത് രജിസ്റ്റേർഡ് കമ്പനീസ്. നമുക്ക് നോക്കാം. എ കമ്പനി ഫോംഡ് അണ്ടർ കമ്പനീസ് ആക്ട് 2013 ഓർ ഏർലിയർ കമ്പനീസ് ആക്ട്. 2013 കമ്പനി ആക്ട് അഥവാ കമ്പനി നിയമപ്രകാരമോ അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള നേരത്തെയുള്ള കമ്പനി ആക്ട് മുഖാന്തരമോ രൂപീകരിക്കുന്ന കമ്പനികളാണ് രജിസ്റ്റേർഡ് കമ്പനി. കമ്പനീസ് ആക്ട് 2013 അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള കമ്പനീസ് ആക്ട് മൂലമോ കമ്പനികളെ രൂപീകരിക്കുകയാണെങ്കിൽ അതാണ് രജിസ്റ്റേർഡ് കമ്പനീസ് എന്നറിയപ്പെടുന്നത്. 2013 കമ്പനീസ് ആക്ടിന് മുന്നേ 1956 ഒരു കമ്പനീസ് ആക്ട് ഉണ്ട്, 1850 ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കമ്പനികൾ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് കമ്പനികൾ തന്നെയാണ്? രജിസ്റ്റേർഡ് കമ്പനികൾ തന്നെയാണ്. അതാണ് പറഞ്ഞ് കമ്പനീസ് ആക്ട് 2013 അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള കമ്പനീസ് ആക്ടോ പ്രകാരം ഉണ്ടാകുന്ന കമ്പനികളാണ് ഏത്? ഈ രജിസ്റ്റേർഡ് കമ്പനീസ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദി ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങളാണ് രജിസ്റ്റേർഡ് കമ്പനി. ഓക്കെ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഈസ് റിക്വയർഡ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതാരാ ഇഷ്യൂ ചെയ്യുക? രജിസ്ട്രാർ
സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. എന്നാൽ മാത്രമേ പബ്ലിക് കമ്പനികൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ് ഹാസ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഫോർ റെഗുലേഷൻ ഓഫ് ദി കമ്പനി. കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള 2 ഡോക്യുമെന്റുകൾ ഉണ്ടാവും. ഒന്നാമത്തേതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇറ്റ് ആക്ട് ആസ് എ ചാർട്ടർ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ചാർട്ടർ ആയിട്ട് പറയുന്ന ഏതാണ്? മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. അതുപോലെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഡോക്യുമെന്റ് ഉണ്ടാവും. ഇറ്റ് ഈസ് ദ ബൈലോ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ബൈലോ, നിയമാവലിയാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഇതൊക്കെയുള്ള ഒരു കമ്പനിയാണ് രജിസ്റ്റേർഡ് കമ്പനീസ് എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ എ കമ്പനി മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 3 categories. ഫസ്റ്റ് വൺ ചാർട്ടേർഡ് കമ്പനി, സെക്കൻഡ് വൺ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, തേർഡ് വൺ രജിസ്റ്റേർഡ് കമ്പനി. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.